കേരളത്തിലെ ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരും എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് മനോരമയിലെയും മംഗളത്തിലെയും നോവലുകളിലുള്ള ചിത്രങ്ങൾക്കാണ് എന്നുള്ളതാണ്. വർഷങ്ങളായി ഇത്തരത്തിലുള്ള 25,000-ഓളം ചിത്രങ്ങൾ വരച്ച ഒരു ഗന്ധർവ ചിത്രകാരനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 80s 90s കിഡ്സുകളുടെ നൊസ്റ്റാൾജിയാണ് മോഹൻ മണിമല എന്ന ഇദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് അറിയുള്ളൂ. എങ്ങനെ അദ്ദേഹം ഈ ഫീൽഡിലെത്തി, എവിടെയാണ് പഠിച്ചത്. ഈ സുന്ദരികളെയും സുന്ദരന്മാരെയും എല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാം. എൻ്റെ പേര് മോഹൻ മണിമല. ഞാൻ മണിമല സ്വദേശിയാണ്. മണിമല സ്വദേശിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കങ്ങഴ പത്തനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആർട്ട് പഠിച്ചത് കറുകച്ചാലിലെ AP ആർട്ട് സ്കൂളെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ എൻ്റെ ഗുരുനാഥൻ A പരമേശ്വരൻ പിള്ള UP സ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിച്ച ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. ചന്ദ്രവല്ലി ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് ഈ ഒരു കഴിവ് കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഞാൻ ഡ്രോയിങ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഈ കോട്ടയം വാരികളിൽ എവിടെയെങ്കിലും ഒന്ന് വരയ്ക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മോഹമായിട്ട് നടക്കുന്ന കാലത്താണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ കോട്ടയം വാരികൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടന്നിരുന്നു. അപ്പോൾ പലയിടത്തും, അതായത് ഞാൻ ഈ വരച്ചുകൊണ്ട് വന്ന ആ ഒരു ശൈലി അന്നുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അന്ന് ഈ ഒരു ശൈലി അല്ലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്യാവശ്യം ഈ ഔട്ട്ലൈൻ ഇട്ടിട്ട് ഈ കളറിങ്ങനെ വാഷ് ചെയ്ത് പോകുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്ത ഒരു ഹാഫ് ടോൺ, അതായത് ഔട്ട്ലൈൻ ഒഴിവാക്കിക്കൊണ്ട് ഈ ഹാഫ് ടോൺ വെച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തിരിക്കുന്ന ഒരു രീതിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അവിടെ കൊണ്ടുവന്ന്, ഞാൻ വാരികയുടെ പേര് പറയത്തില്ല, വാരിക ഇപ്പം ഇന്നില്ല എങ്കിൽ പോലും അവർ പറഞ്ഞത് അത് പ്രിൻറ്റിങ് വരുമ്പോൾ അത് ഭയങ്കര ഡെപ്തായി പോകും, കറുത്തു പോകും. കാരണം അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഈ കളറ് പ്രിൻറ്റിങ് തുടങ്ങിയിട്ടില്ല. പക്ഷെ അങ്ങനെ ചെന്നിടത്തുനിന്നൊക്കെ അങ്ങനെ അറിയിക്കാം, പിന്നീട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ ഒഴിവാക്കി വിട്ടു. പിന്നെ ഞാൻ ഇതിനോടൊരു മടുപ്പ് തോന്നി, ഈ ഒരു മേഖലയിലോട്ട് ഇല്ലെന്നിങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു സുഹൃത്ത്, എൻ്റെ ഒരു ഹൈസ്കൂൾ പഠനകാലത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തുണ്ട്. പുള്ളി പറഞ്ഞു ഇതുപോലെ കോട്ടയം ചെമ്പകം ആഴ്ചപ്പതിപ്പിൽ ഒരു ആർട്ടിസ്റ്റിനെ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ അവനുമായിട്ട് ചെമ്പകം ആഴ്ചപ്പതിപ്പിൽ ചെല്ലുകയും അവിടെ മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ പടങ്ങളൊക്കെ വാങ്ങിച്ച് നോക്കി. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്ന ആൾ ഇങ്ങനെ പോവുകയോ മറ്റോ വന്ന് ചെയ്തു. അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ചെന്നുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവിടെ മാനേജ്മെൻറ്റ് നോക്കി കുഴപ്പമില്ലയെന്ന് തോന്നിയുണ്ടായിരിക്കണം എനിക്കൊരു ചെറിയൊരു കഥയൊക്കെ തന്നവർ ഒന്ന് വരച്ച് കാണിക്കാൻ പറയും. ഞാൻ അത് വരച്ച് കാണിച്ചിട്ട് ആ ഒരു താല്പര്യമായിരുന്നു. അവർ പിറ്റേ ആഴ്ചയിൽ അത് ആ ചെമ്പാഴ്ച പ്രിൻ്റ് ചെയ്ത് വരികയും ചെയ്തു. അതിന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നോവലിന് വരയ്ക്കാനുള്ള ഉള്ളൊരു ചാൻസ് വന്നു. അങ്ങനെ ഞാൻ അതിനകത്ത് പിന്നെ തുടർച്ചയായിട്ട് വരച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മറ്റ് പ്രസിദ്ധീകരണങ്ങൾ അപ്പോൾ ഈ ഒരു വര ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം അന്ന് കാലഘട്ടത്തിലുള്ള വരയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കണ്ടപ്പം പൊതുവെ ഒരു ശ്രദ്ധ അതിലേക്ക് വന്നു. അപ്പോൾ ഇതാരാണ് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചു വന്നതാണ് മംഗളത്തിൽ എനിക്ക് അവിടുന്നൊരു നോവലിന് വരയ്ക്കാനുള്ള ചാൻസ് വന്നു. അങ്ങനെ മാത്യു മറ്റത്തിൻ്റെ ആലിപ്പഴം, അതാണ് ഞാൻ മംഗളത്തിൽ ആദ്യമായിട്ട് വരയ്ക്കുന്ന നോവൽ. വരയ്ക്കാൻ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അത് ഇങ്ങനെ തനിയെ എങ്ങനെയൊക്കെയോ ആൾക്കാർ മനസ്സിലാക്കിയെന്ന് വേണം പറയാൻ. കാരണം ഞാൻ അന്ന് ഈ
സാധാരണ എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഭിത്തിയെ വരച്ചും അവിടെ പേപ്പർ വരച്ചൊക്കെ ഇങ്ങനെ തുടക്കം. അപ്പോൾ അങ്ങനെ പിന്നെ പേപ്പറെ വരച്ചു. പിന്നെ അന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എലക്ഷനൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രചരണത്തിന് വേണ്ടിയൊക്കെ ഈ ബോർഡ് എഴുതാനും ഈ ഭിത്തിയിൽ എഴുതാനും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആൾക്കാർക്ക് കുറച്ചൊക്കെ മനസ്സിലായി ഈ പയ്യൻ വരയ്ക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവണം. പിന്നെ അവിടുന്ന് പിന്നെ സ്കൂളിൽ വന്നപ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അവസരങ്ങൾ വന്നു. അതായത് ഈ ഞാൻ പറഞ്ഞ ടീച്ചർ ഈ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് എന്നെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എനിക്ക് ഈ സമ്മാനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെറും കൈയോടെ എങ്ങും തിരിച്ച് വന്നിട്ടില്ല എല്ലാം. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഹൈസ്കൂളിലോട്ട് പോയി. ഹൈസ്കൂള് പിന്നെ അവിടെ മണിമല സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലാണ്. അവിടുന്ന് പിന്നെ അവിടെ ഈ വരയ്ക്ക് വലിയ പ്രോത്സാഹന കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ അവിടെ മത്സരങ്ങളിലൊക്കെ സ്കൂൾ മത്സരങ്ങൾ എനിക്ക് തോന്നുന്നു ആ സ്കൂളിൽ നിന്ന് ആകപ്പാടെ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വിടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ്ങിന് മാത്രമാണ്. വേറെ ഒരു കാര്യങ്ങൾക്കും പങ്കെടുത്തിട്ടില്ല കുട്ടികൾ. ഞാൻ ഇങ്ങനെ വരയ്ക്കുമെന്ന് ആ സ്കൂളിലും അറിയാവുന്നതുകൊണ്ടായിരിക്കും എന്നെ വരയ്ക്കാൻ വേണ്ടി മാത്രം വിടുന്നു. മറ്റൊരു വിഷയങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് മത്സരത്തിന് പോയിട്ട് എൻ്റെ അറിവിലില്ല ആ വർഷം. പിന്നീടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഡ്രോയിങ് പഠിക്കാൻ പോകുമായിരുന്നു. കാരണം നമുക്ക് വരയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ആ മേഖലയിൽ പിന്നെ വരച്ച് മുന്നോട്ട് പോയി. ഈ ആദ്യം ഈ വീക്കിലിയുടെ ഒക്കെ തുടക്കകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ കോട്ടയത്ത് ചെല്ലുന്ന സമയത്ത് ഏതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലഘട്ടമാണ്. അപ്പം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ചെയ്യുന്നത് ഈ പോസ്റ്റർ ബ്ലാക്കായിരുന്നു അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഓബ്ജക്റ്റൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇങ്ക് വെച്ചായിരുന്നു. കാരണം ഇന്ത്യൻ ഇങ്കും പോസ്റ്റർ ബ്ലാക്കും തമ്മിലുള്ള വ്യത്യാസം, പോസ്റ്റർ ബ്ലാക്ക് കുറച്ചുകൂടെ സൗകര്യം എളുപ്പമുണ്ട് ചെയ്യാൻ. മറ്റേ ഈ ഇന്ത്യൻ ഇങ്ക് ലയിപ്പിക്കാനൊക്കെ കുറച്ച് സൗകര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ പറഞ്ഞ പോലെയാണ് ഈ നമ്മൾ ചെയ്യുന്ന ടോൺ ആയിരിക്കുമല്ലോ ചിലപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ. ചെറിയൊരു ടോൺ വെച്ചാൽ ചിലപ്പം ഭയങ്കരമായിട്ട് കറുത്തു പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് പിന്നെ നമ്മൾ കുറേ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഇന്ന ടോൺ വെച്ചാൽ ഇന്ന ടോൺ കിട്ടും, പ്രിൻറ്റിങ്ങിൽ കിട്ടുമെന്നുള്ള ഏകദേശം മനസ്സിലാക്കി പിന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ പിന്നെ കളറിലേക്ക് വന്നു. അന്ന് നമ്മൾ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ വാട്ടർ കളർ, ഈ ട്യൂബിനകത്ത് കിട്ടുന്ന വാട്ടർ കളറിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്കത് മനസ്സിലായി. അത് കാരണം ഇതത്ര സ്വല്പം ഒരു ഫെയ്ഡായിട്ടേ നിൽക്കുള്ളൂ നമ്മളെത്ര ചെയ്തെന്ന് പറഞ്ഞാൽ. അപ്പം അതിനോടൊക്കെ നമ്മൾ ഈ ഫ്യൂജി കളർ അല്ലെങ്കിൽ ഫോട്ടോ കളർ എന്ന് പറയും. ഈ ഫോട്ടോ കളർ അപ്പം നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും. നല്ല ശകലം കളർ വെച്ചാൽ മതി, നല്ല ബ്രൈറ്റ്നസ്സാണ്. നല്ല പച്ച കഴിച്ചാൽ നല്ല പച്ച, നമുക്ക് ബ്രൈറ്റ്നസ്സാണ് ആവശ്യം. അപ്പം അങ്ങനെ ഫ്യൂജി കളർ ഉപയോഗിക്കാൻ തുടങ്ങി. ഫ്യൂജി കളർ ഇച്ചിരി ഉപയോഗിക്കണേൽ ഇച്ചിരി പാടാണ്. കുറേ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂജി കളറാണ്. ഫ്യൂജി കളറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതൊരു അധികം നാൾ ആ കളർ അങ്ങനെ നിൽക്കത്തില്ല. കുറേ കഴിയുമ്പോൾ അങ്ങ് ഫെയ്ഡായി, അങ്ങനൊരു കുഴപ്പമേ ഉള്ളൂ. മംഗളത്തിൽ ഫസ്റ്റിലെ വരയ്ക്കുന്നത് ആലിപ്പഴം എന്ന നോവലാണ് മാത്യുമറ്റത്തിൻ്റെ. കാരണം അത് പ്രിൻ്റ് ചെയ്ത് വന്നപ്പോൾ കൂടുതൽ ആൾക്കാരത് ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ഇന്നും ആൾക്കാരതിനെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ചില പടങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം ആലിപ്പഴത്തിലെ ആ കഥാപാത്രത്തിൻ്റെ പേര് മിനുക്കുട്ടി എന്നാണ്. ആ പിക്ചറുണ്ടോ, അത് പോസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ആ പടങ്ങളൊന്നും എൻ്റെ കൈവശമില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വർഷങ്ങളായി, നമ്മൾ അതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല. പിന്നെ ചില ആൾക്കാർ ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നവർ എനിക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എനിക്ക് ഇങ്ങനെ
അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പടമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു പാടവരമ്പത്തോട് ഇങ്ങനെ ഓടി വരുന്ന അതായത് ഇങ്ങനെ ബാലൻസ് പിടിച്ച് ഓടി വരുന്ന ഒരു പിക്ചറുണ്ട്. അത് ആണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ അതിനകത്തൊരു പടം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുട്ടി ആലിപ്പഴം പെറുക്കുന്ന ഒരു പിക്ചറുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട പിക്ചറുകൾ കാണും. അപ്പം ഞാൻ ഈ മംഗളത്തിലെ ആലിപ്പഴം വരയ്ക്കാനുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മാത്യു മറ്റത്തിൻ്റെ തന്നെ ഒരു നോവല് ചെമ്പകത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനാണ് വരച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ വര കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നു, മംഗളത്തിലെ ആ അടുത്ത നോവലിനെ മോഹനം വരയ്ക്കണം എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. അത് അദ്ദേഹം പോയി മംഗളത്തിൽ പറയുകയും പിന്നെ അടുത്ത നോവൽ എനിക്ക് തരാമെന്നും എന്നെ മോഹനം വരയ്ക്കണം എന്നും പറഞ്ഞ് ഇരുന്ന നോവലാണ് ഈ ആലിപ്പഴം. അങ്ങനെയാണ് ഞാൻ ഈ ആലിപ്പഴം മംഗളത്തിൽ വരച്ചു തുടങ്ങുന്നത്. ഈ മംഗളത്തിൽ ഈ ആലിപ്പഴം വരച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരസ്യമൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മനോരമയിലും ഇത് ഒരു ചർച്ചയായി കാണണം, അങ്ങനെ ആയിരിക്കണം മനോരമയൊന്നും വരയ്ക്കാമെന്നും ചോദിച്ച് എന്നെ വിളിച്ചു. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു എഡിറ്റർ ഇൻചാർജ് പത്മൻ സാറായിരുന്നു, കെ പത്മനാഭൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു പുതിയ നോവൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ആലിപ്പഴം എന്ന നോവലിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മോഹന് അടുത്ത മനോരമയിൽ ആരംഭിക്കുന്ന നോവലിന് വരയ്ക്കണമെന്ന് പറയുകയും അങ്ങനെ കാവൽമാടം എന്നും പറഞ്ഞ് ജോസി ഭാഗമറ്റ് എഴുതിയൊരു നോവൽ, അങ്ങനെ അതിനാണ് ഞാൻ മനോരമയിൽ ആദ്യമായിട്ട് വരച്ചു തുടങ്ങുന്നത്. പിന്നീട് ഇതിന് ശേഷം കോട്ടയത്തു നിന്നിറങ്ങിയ പല വീക്കിലികളിലും പിന്നെ എന്നെ സമീപിക്കാൻ തുടങ്ങി. അന്ന് കുറേ വാരികളുണ്ടായിരുന്നു. ജനനി ഉണ്ടായിരുന്നു, സഖി ഉണ്ടായിരുന്നു, മാമാങ്കം ഉണ്ടായിരുന്നു, പൗരധ്വനി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെമ്പകത്തിൽ വരയ്ക്കുന്നു. ചെമ്പകത്തിലെ കുറേ നോവലുകൾ വരയ്ക്കണം. അതുകൂടാതെ മംഗളത്തിൽ ആലിപ്പഴം, മറ്റേ കാവൽമാടം ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റ് പ്രസിദ്ധീകരണങ്ങളൊന്നും വരച്ചു കൊടുക്കാൻ എനിക്ക് സമയവും തികയാതെ വന്നു. അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇതിൽ രണ്ടും വരച്ചു. അപ്പോഴത്തേനും നല്ല തിരക്കായി എനിക്ക്. അങ്ങ് തിരക്കായി വരുമ്പോൾ ഉള്ള കുഴപ്പം തന്നെയാണ് ഈ പലയിടത്തും കൊടുക്കാനുള്ള സമയം, പിക്ചർ സമയത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. ചിലയിടത്തും താമസിച്ചൊക്കെ കൊടുക്കുന്നത്, മംഗളത്തിലും മനോരമയിലും ഒക്കെ ആണെങ്കിലും അവർ എന്നെ വിളിച്ച് ഇങ്ങനെ ലാസ്റ്റ് സമയമൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ഒടുവിൽ ഒരു പ്രാവശ്യം പത്മ സാറ് എന്നോട് പറഞ്ഞു, ഈ മോഹനെ കൊണ്ട് ഞങ്ങൾ മടുത്തല്ലോ, ഈ പടം വരെ ഒന്നേൽ ഉപേക്ഷിക്കുക, അല്ലേ മോഹനെ ഞങ്ങളങ്ങ് എടുക്കുക എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ മനോരമയിൽ എടുക്കുന്നത്. കാരണം വർക്ക് ഉഴപ്പിയിട്ട് ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമായിരിക്കും. അങ്ങനെയാണ് ഞാൻ മനോരമയിൽ സ്റ്റാഫാകുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അങ്ങനെ പത്മസാറിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിലാണ്, ജോലി എന്ന് പറഞ്ഞാൽ പത്മസാറിൻ്റെ കൂടെയുള്ള ജോലി എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റുന്ന ഇതല്ല. അത്രയ്ക്ക് നല്ല ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്ക് അന്ന് വരയ്ക്കാനും ഒക്കെയാണ്. നല്ല പ്രോത്സാഹനവും ഒക്കെയാണ്. അതിനുശേഷം പത്മസാറിൻ്റെ കാലാവധി കഴിഞ്ഞു, പുതിയ എഡിറ്റർ ഇൻചാർജ് വന്നു. അത് കെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹം ഒരു കലാകാരൻ കൂടെയാണ്, ആർട്ടിസ്റ്റും കൂടെയാണ്. അങ്ങനെ അദ്ദേഹം വീക്കിലിയുടെ എഡിറ്റർ ഇൻചാർജായിട്ട് വന്നു. പുള്ളിയുടെ കൂടെ എനിക്ക് അന്ന് 2 മാസമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനോടിടയ്ക്ക് ചില ഈ
കോമ്പറ്റീഷനുമായിട്ടുള്ള മംഗളവും മനോരമയായിട്ടുള്ള കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അവർ മംഗളംകാരെന്നെ വിളിച്ചു, ആർട്ടിസ്റ്റായിട്ട് വരാവോ എന്നും ചോദിച്ച് വിളിച്ചു. അപ്പോൾ അവർ നല്ല ഓഫറുകൾ വെച്ച്, നല്ല ഓഫറായിരുന്നു. അപ്പം ഞാൻ ആ ഓഫർ ഇങ്ങനെ ഞാൻ മനോരമയിൽ അവതരിപ്പിച്ചു. ഫ്രാൻസ് സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്നത്തെ സ്ഥിതിക്ക് അവർക്ക് അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരുന്നു. അതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, ഞാൻ മംഗളത്തിലേക്ക് അങ്ങ് പോയി. മംഗളത്തിൽ എനിക്ക് ഒരു 4 വർഷം ജോലി ചെയ്തു. 4 വർഷം നമ്മൾ ഈ ഒരു 7 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് വെച്ചാൽ പുള്ളി വിളിച്ച്, നമ്മൾ സാബു സാറ് ഇപ്പോഴത്തെ അതിൻ്റെ മംഗളത്തിൻ്റെ ചീഫ് എഡിറ്റർ. അപ്പോൾ 7 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ 4 വർഷം ആയപ്പോഴത്തേനും മനോരമയിൽ നിന്ന് വീണ്ടും എന്നെ തിരിച്ചു വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടുത്തെ എഗ്രിമെൻ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അങ്ങനെയാണ് ഇപ്പം മനോരമയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അതിനോട് ഇടയ്ക്ക് ഞാൻ മാത്രമല്ല, ആ ഒരു കാലത്ത് കുറേ ഒഴുക്ക് അങ്ങോട്ടുണ്ടായി മനോരമയിൽ നിന്ന് മംഗളത്തിലേക്ക്. ഞാൻ കൂടാതെ ജോയ്സി പോന്നു, പിന്നെ അവിടെ എഡിറ്റർ ഉണ്ടായിരുന്നു, സബ് എഡിറ്റർ ഉണ്ടായിരുന്നു PO മോഹൻ, പിന്നെ ആർട്ടിസ്റ്റ് വിക്രം നമ്പൂതിരി, ഇങ്ങനെ ഒക്കെ ആളുകൾ ഇത്രയും പേര് അങ്ങോട്ട് പോയി. ഇപ്പം ഞാൻ ഏതാണ്ട് 4 നോവലുകൾക്ക് ചെയ്യുന്നുണ്ട് മനോരമയിൽ. ഇന്ദ്രനീലം, മലമുകളിലെ കാറ്റ്, ജഡ്ജ്മെൻറ്റ്, അങ്ങനെ ഒരു 4 നോവലുകൾക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് രാത്രി ഒരു 11 മണി വരെയൊക്കെ ഇരുന്ന് വരയ്ക്കും. പിന്നെ രാവിലെ ഒരു 7 മണി മുതൽ തുടങ്ങും. അങ്ങനെ ഒരു കൃത്യമായൊരു സമയക്രമമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഇരുന്ന് വരയ്ക്കുന്നതുകൊണ്ടേ ഒരു സമയത്തിൻ്റെ അനുസരിച്ച് അങ്ങ് വരച്ചു പോവുക എന്നുള്ളതാണ്. ഞങ്ങൾ ചെമ്പകത്തിൽ ഞാൻ ജോലി ചെയ്തതിന് കുറേ നാൾക്ക് ശേഷമാണ് നമ്മളെ സുരേഷ് കുമാർ വരുന്നത്, ആർട്ടിസ്റ്റ്. മംഗളത്തിലെ ആർട്ടിസ്റ്റായിട്ടിരുന്നാണ് പുള്ളി. ഇപ്പം ഫ്രീലാൻസാണ്. ഇതുപോലെ മനോരമയിൽ അല്ല ചെമ്പകത്തിൽ പുള്ളി വരുന്നൊരു ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയും. അങ്ങനെ അപ്പം സുരേഷിൻ്റെ പടവും കുറേ സാമ്പിളൊക്കെ കൊണ്ടുവന്നു. അത് നോക്കി കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പം ഞാനത് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ സുരേഷിന് ഒരു ചിത്രം വരയ്ക്കാൻ കൊടുത്തു. അന്ന് ഈ ചിത്രങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം മംഗളത്തിൽ ആലിപ്പഴം വരയ്ക്കുന്ന ഒരു പടത്തിന് അന്ന് ഈ പീസ് വർക്കാണല്ലോ, 75 രൂപയോ അങ്ങനെ കണ്ട് ഉണ്ടായിരുന്നുള്ളൂ, 50-75 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്താണ് അല്ല ഈ അത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറയാമായിരുന്നു. അപ്പം സുരേഷ് വന്നു, സുരേഷിന് പടം വരയ്ക്കാൻ കൊടുത്തു. പിന്നെ ഞാനും സുരേഷും ആണ് ചെമ്പകത്തിൽ വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് പോലെ ഞങ്ങളുടെ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ പിന്നെ കോട്ടയത്ത് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ജോലി ചെയ്ത് ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ മനോരമയിലേക്ക് പോകുന്നതിന് ശേഷം സുരേഷ് മംഗളത്തിലോട്ടും പോയി. അത് കഴിഞ്ഞ് പിന്നെ ചെമ്പകം അധിക നാൾ മുന്നോട്ട് പോയില്ല, അതങ്ങ് നിന്നു പോവുകയാണ് ചെയ്തത്. ഞാൻ ഇങ്ങനെ ഈ കഥാപാത്രങ്ങളെ ആക്കുന്നത് ഈ നാട്ടുപുറത്തുള്ള ആൾക്കാരെയോ അങ്ങനെയൊന്നും ആക്കാറില്ല. പിന്നെ ചിലർ പറയാറുണ്ട് എന്നെ വരയ്ക്കാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കഥാപാത്രത്തെ വരച്ചാൽ വീണ്ടും നമ്മൾ പിന്നെയും വരച്ചുകൊണ്ടിരിക്കണം. ആ കഥാപാത്രം വരുന്നിടത്തെല്ലാം ഇയാളെ വരച്ചുകൊണ്ടിരിക്കണം. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പല വ്യൂ വരുമ്പോൾ ഞാൻ പിന്നെ ഈ ആളിനെ അന്വേഷിച്ച് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാറില്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വരച്ച ഒരാളുണ്ട്, അതായത് നമ്മുടെ നടൻ മനോജ് കെ ജയനുണ്ട്. അപ്പം അദ്ദേഹം എന്നോടൊരു പ്രാവശ്യം ചോദിച്ചു ഇതുപോലെ ഒരു നോവലിന് വരയ്ക്കുക. അന്ന് പുള്ളി അങ്ങനെ സിനിമയിലൊന്നും അങ്ങോട്ട് സജീവമായിട്ടില്ല, ഒരു സീരിയലിലെ
അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഞാൻ ബാറ്റൺ ബോസിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു നോവലിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ പടം വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ കഥാപാത്രങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കഥാപാത്രത്തിന് നമ്മൾ ചിലപ്പോൾ അവരുടെ ഹെയർ സ്റ്റൈലിലായിരിക്കും കൂടുതലും എന്തെങ്കിലും ഒരു പ്രത്യേക ഹെയർ സ്റ്റൈൽ കൊടുക്കും. പിന്നെ അവരുടെ പൊതുവെ കോമൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് കോഡ്, ഒരു ഡ്രസ് കോഡ് അവർ കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഹെയർ സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കണ്ണിൻ്റെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പോ ഒക്കെ ഒരു പ്രത്യേക രീതിയിലാക്കി ആയിരിക്കും ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നെ അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പിന്നെ വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ ഈ നോവലിൻ്റെ സിറ്റുവേഷൻ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു രംഗം ഏതാണെന്ന് നോക്കും. അതായത് അതിൻ്റെ ഒരു മർമ്മം എന്താണോ അത് നോക്കും. പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അത് വിഷ്വൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും. കാരണം നമ്മൾ ഈ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 3-4 ഘടകങ്ങൾ ആശ്രയിച്ച് ഇരിക്കും, എങ്കിലേ നമുക്കത് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ വിഷ്വൽ ചെയ്താൽ നമ്മൾ രംഗം നല്ലതായിരിക്കും, പക്ഷേ അത് വിഷ്വൽ ചെയ്താൽ എത്രമാത്രം ഭംഗിയാകും എന്നൊന്ന് നോക്കും. അപ്പോൾ രംഗം നല്ലതാണ്, പക്ഷേ വിഷ്വൽ ചെയ്താൽ ഭംഗിയാകുകയില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ നമ്മളതങ്ങ് വിട്ടുകളയും. പിന്നെ അതിനകത്ത് നമ്മൾ വിഷ്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണോ അടുത്ത പടിയായിട്ട് നോക്കും. ഭംഗിയാകുന്ന രംഗം ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ചില നോവലിസ്റ്റുകൾ അവരുടെ താല്പര്യത്തിന് അവർ പറയും ഇന്ന എല്ലാ ലക്കമൊന്നും പറയത്തില്ല, ചില ലക്കം പറയും നമുക്ക് ഇന്ന ഒരു സീനുണ്ട്, ആ സീനൊന്ന് വരയ്ക്കാമെന്ന് ചോദിക്കും. അപ്പം അവരുടെ താല്പര്യം അനുസരിച്ച് അങ്ങനെ വരയ്ക്കാറുണ്ട്. ഈ ഒരു പിക്ചർ കണ്ടോ, ഇത് ഞാൻ ഈ നോവലിസ്റ്റിൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്തതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ അമ്പലത്തിൻ്റെ ഒരു ചുറ്റ് വെക്കുന്ന ഒരു പടം, അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ തൊഴുതുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ നോവലിനകത്ത്, അത് വരയ്ക്കാവുമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ അതനുസരിച്ച് ചെയ്തതാണ് ഈ ഒരു പിക്ചർ. ഇതുപോലെ ഇടയ്ക്ക് ചില നോവലിസ്റ്റുകൾ ഇങ്ങനെ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മളോട് പറയും, അതനുസരിച്ച് നമ്മൾ ചെയ്യാറുമുണ്ട്. ഇത് പെൺമനസ് എന്ന് പറയുന്ന നോവലിലെ ഒരു ഇലസ്ട്രേഷനാണ്. ഇപ്പം നമുക്കിത് ഇതിനകത്ത് നോക്കിയാൽ ഈ പിക്ചർ നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ കാണാൻ പറ്റും, അതിൻ്റെ കളറ് എല്ലാം. പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്ത് വരുമ്പം ഇത്ര ഭംഗി വരണമെന്നില്ല. കാരണം അത് ന്യൂസ് പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ഇച്ചിരിയുടെ കളർ ഫെയ്ഡാകും. കളർ ഫെയ്ഡാകുന്നതിന് പല ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ ഈ പിക്ചർ സ്കാൻ ചെയ്ത ശേഷം ഇത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ കറക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് പ്രിൻറ്റിങ്ങിൻ്റെ രീതിക്ക് വേണം ഇത് കറക്റ്റ് ചെയ്യാൻ. ആ കറക്റ്റ് ചെയ്യുന്നതിനകത്ത് വരുന്ന പോരായ്മ കൊണ്ട് ചിലപ്പോൾ ഈ പിക്ചർ ഫെയ്ഡായി പോയി സാധ്യതയുണ്ട്. അങ്ങനെ മിക്കവാറും പടങ്ങളൊക്കെ ഇങ്ങനെ ഫെയ്ഡായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ എല്ലാം വരും. ഇത് ഒറ്റമരത്തിലെ പക്ഷി എന്ന് പറയുന്ന ഒരു നോവലിനകത്ത് ആണ്. ഇത് ഇപ്പം 1 2 3 4 5 5 6 7 ഫിഗറുകളുണ്ട് ഈ പടത്തിനകത്ത്. നമ്മൾ സാധാരണ ഇത്ര ഒരു പടം തീർക്കണമെങ്കിൽ ഒരു 5 മണിക്കൂർ എടുക്കും. 5 മണിക്കൂർ ഒരു 4-5 മണിക്കൂറാണ് പരമാവധി. നമുക്കൊരു 2 ഫിഗറൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഒരു 3 മണിക്കൂർ 3.5 ആ സമയം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. പക്ഷേ ഇത് ഫിഗറിൻ്റെ എണ്ണം കൂടുന്ന അനുസരിച്ചും പിന്നെ ആ പടത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുമൊക്കെ സമയം നീണ്ടുപോകാറുണ്ട്. അല്ല, നമ്മൾ ഈ ഫിഗറിന് ഈ സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ വരയ്ക്കുകയാണെങ്കിലും സൗന്ദര്യം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം നമ്മൾ ഈ കഥയിലാണേലും നോവലിലാണേലും സിനിമയിലാണേലും ഒക്കെ നായിക എന്ന് പറയുന്ന ഒരു സങ്കല്പം പൊതുവേ ഒരു സൗന്ദര്യവതിയാണ്, എല്ലാം തികഞ്ഞ ഒരു
സ്ത്രീയാണല്ലോ എല്ലാവരുടെയും സങ്കല്പത്തിലുള്ളത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതൽ കൂടുതൽ സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നത്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പിന്നെ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഈ ആൾക്കാർക്കാണെങ്കിലും അതിനൊരു ആസ്വാദ്യത ഉണ്ടാകൂ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫ്യൂജി കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പേപ്പർ എന്ന് പറയുന്നത് സ്കോളാർ ഷമ്മർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ സ്കോളാർ പേപ്പർ പണ്ട് കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പിന്നെ സ്റ്റമ്പിങ്ങിന് വേണ്ടിയായിരുന്നു. പണ്ട് ഈ പോർട്രേറ്റൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റമ്പ് ചെയ്യുന്നുണ്ട്, ഒരു പൗഡർ ഉപയോഗിച്ച് സ്റ്റമ്പ് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് ഈ പേപ്പർ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞങ്ങൾ ഈ ഫ്യൂജി കളർ ചെയ്താൽ നന്നാകും എന്നുള്ള ഒരു കണ്ടുപിടുത്തം വന്നത്. അങ്ങനെ ഇപ്പം ഇതിനകത്താണ് ചെയ്യുന്നത്. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന നോവലിൻ്റെ പിക്ചറുകളാണ്. നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഈ പിക്ചറുകളൊക്കെ ചെയ്യുന്നത്. അധികം കളറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ഒരു പിക്ചറിനകത്ത് വരയ്ക്കുമ്പോൾ റിസ്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ ഭാവങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഈ നോവലിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവരുടെ ആക്ഷനും റിയാക്ഷനും ഈ മുഖത്തെ ഭാവങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കുറച്ച് പാടാണ്. അതായത് ഈ ഭാവം വരുത്തുകയും വേണം, എന്നാൽ അവരുടെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുകയും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്.